ആശ്രമം ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ്. കാര്യം ആ ശ്രമം ഉണ്ടല്ലോ. നമ്മളിൽ സദാ ആ ശ്രമം ഉള്ളത് കാരണം നമ്മളെല്ലാവരും ആ ശ്രമത്തിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. അപ്പം ആ ശ്രമം നമ്മളിലുള്ളപ്പോൾ പിന്നെ ആശ്രമമോ വീടോ എന്ന് പറയുന്ന സങ്കല്പത്തിന് പ്രസക്തിയുണ്ടോ? അപ്പോൾ എല്ലാവരും ആശ്രമത്തിലാണ്. ടിപ്പിക്കലായിട്ട് നമ്മൾ കാണുന്ന ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം എന്തുകൊണ്ടില്ല എന്നുള്ളതാണ് ആ ചോദ്യത്തിൻ്റെ ഉദ്ദേശം. കാര്യം ഒന്നും ശാശ്വതമല്ലല്ലോ. ഈ പ്രപഞ്ചത്തിൽ ഒന്നും ശാശ്വതമല്ല എന്നുണ്ടെങ്കിൽ ശാശ്വതമായിരിക്കണം എന്ന് ഉള്ള ധാരണയിൽ തുടങ്ങുന്ന ഒരു സങ്കല്പം വന്നാൽ പ്രപഞ്ചത്തിൻ്റെ സങ്കല്പത്തിന് വിരുദ്ധമായി അത് ഭവിക്കും എന്നുള്ള ഒരു സത്യം നിലനിൽക്കുന്നത് കൊണ്ട് അത്തരം സംവിധാനങ്ങളെ പറ്റിയിട്ട് ചിന്തിച്ചിട്ടില്ല. എന്നാൽ വരുന്ന സാധകർക്കെല്ലാം നിൽക്കുവാനുള്ള ഒരു സെൻറ്റർ, സ്വാഭാവികമായിട്ടൊരു സെൻറ്റർ അവിടെ ഉണ്ട്. അവിടെ തന്നെയാണ് സാധനാദി കാര്യങ്ങളും ക്യാമ്പുകളും എല്ലാം അവിടെ നടക്കുന്നത്. വരുന്ന സാധകർ തങ്ങുന്നതും ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു, ഒരുമിച്ച് നിന്ന് ധ്യാനിക്കാനുള്ളവർ ധ്യാനിക്കുന്നു. അത്തരം കാര്യങ്ങളെല്ലാം അവിടെ നടന്നു പോകുന്നു. ടിപ്പിക്കലി പറഞ്ഞ രജിസ്ട്രേഷനൊക്കെ ചെയ്ത് വരുന്ന അത്തരം കാര്യങ്ങളൊന്നും ഇല്ല. അതിൻ്റെ ആവശ്യം ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഇല്ല. ഈ പറയുന്ന ആശ്രമം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സാധകരെന്ത് ചെയ്യണം? സാധന കണ്ടിന്യൂ ചെയ്യണം. ഒരു കാര്യം നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ശ്രീരാമകൃഷ്ണ പരമഹംസൻ ഉണ്ടായിരുന്ന കാലഘട്ടത്ത് അവിടെ ശ്രീരാമകൃഷ്ണ മഠമില്ലായിരുന്നു. അവിടെ എന്താ ഉണ്ടായിരുന്നത്? ഗുരുവും സാധകരും സാധനയും. എപ്പോഴാണോ ശ്രീരാമകൃഷ്ണൻ അവിടെ നിന്ന് എന്താ പറയുക സമാധിക്ക് ശേഷം, ശ്രീരാമകൃഷ്ണൻ്റെ സമാധിക്ക് ശേഷമാണ് അവിടെ ഒരു ആശ്രമം ഉണ്ടായത്. അപ്പോൾ എന്താണോ വേണ്ടത് അത് അവിടെ മീറ്റ് മീ സെൻറ്ററിലുണ്ട്. സാധനയും സാധന പ്രാക്ടീസും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മീറ്റ് മീ സെൻറ്ററിലുണ്ട്. കൂടാതെ ആ ശ്രമവും ഉണ്ട്. അതുകൊണ്ട് അത് തന്നെയാണ് അതിൻ്റെ പരിപൂർണതയും.